ബൈക്ക് എന്നോ മോഷണം പോയി, പക്ഷെ പിഴയ്ക്ക് കുറവില്ല. മോഷണം പോയ ബൈക്കിൽ നിന്ന് ഉടമയ്ക്ക് തുടരെ പിഴ വരുന്നതായി പരാതി. തിരുവനന്തപുരം കല്ലറ സ്വദേശി അഷ്റഫിനാണ് വല്ലാത്തൊരവസ്ഥ വന്നത്. 6 മാസങ്ങൾക്ക് മുമ്പാണ് വീടിന് മുന്നിൽ നിന്ന് വാഹനം മോഷണം പോയത്. കേസിൽ പ്രതികളെ പിടികൂടിയെങ്കിലും മോഷ്ടിച്ച വാഹനം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേ നമ്പറിൽ ആ വാഹനം എവിടെയൊക്കെയോ പാറിപ്പറന്ന് നടക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 24-ന് രാത്രിയിലാണ് വീടിന് മുന്നിൽ നിർത്തിയിട്ട ബൈക്ക് മോഷണം പോയത്. തുടർന്ന് ഉടമസ്ഥനായ കല്ലറ പാകിസ്ഥാൻ മുക്ക് സ്വദേശി അഷ്റഫ് പാങ്ങോട് പോലീസിൽ പരാതി നൽകി. പോലീസ് പ്രതികളെ പിടികൂടിയെങ്കിലും മോഷണം പോയ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പെറ്റി വരുന്നു, കല്ലമ്പലത്തു നിന്ന് പെറ്റി വരുന്നുണ്ട്. അതുപോലെ ആനാട്, വർക്കല, അവസാനമായിട്ട് വർക്കലയിൽ നിന്നാണ് പെറ്റി വന്നിട്ടുള്ളത്. തെളിവെടുപ്പ് വന്ന് നോക്കിയിട്ട് അവർ മറ്റേ താഴത്തെ വണ്ടിയുടെ തെളിവെടുപ്പിന് വേണ്ടിയാണ് അവർ കൊണ്ടുവന്നത്. എന്നിട്ട് എൻ്റെ വീട്ടിലും കൂടെ വന്ന് തെളിവെടുപ്പെന്ന് പറഞ്ഞ് നോക്കി. അത് യാതൊരുവിധ ഒരു വിവരവും കിട്ടുന്നില്ല. 6 മാസത്തോളമായി. 3 മാസം കഴിഞ്ഞപ്പോൾ നിരവധി മോഷണ കേസുകളിൽ പ്രതികളായ 2 പേരെ വീട്ടിൽ കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തിയിരുന്നു. പക്ഷേ മോഷ്ടിച്ച ബൈക്ക് എവിടെയെന്ന് കണ്ടെത്താൻ മാത്രം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. നെടുമങ്ങാട്, വർക്കല, കല്ലമ്പലം എന്നിവിടങ്ങളിൽ നിന്നും ഹെൽമറ്റില്ലാതെ വാഹനമോടിച്ചതിനടക്കമാണ് നിലവിൽ പിഴ അടയ്ക്കേണ്ടി വരുന്നത്. ബൈക്കിനു വേണ്ടി അന്വേഷണം തുടരുന്നുവെന്നാണ് പാങ്ങോട് പോലീസിന്റെ ഭാഗം. 24 തിരുവനന്തപുരം. പെറ്റി വരുന്ന വഴിക്ക് പോയാൽ ബൈക്കെങ്കിലും കിട്ടുമായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.